സഹിക്കാൻ പറ്റില്ല. അതിന് AC ഇരിക്കുന്ന അല്ലെന്ന് വെളിയില്. ബേബി ഗേൾസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് പഴനിക്ക് പോവാണ്. ആൻഡ് ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുള്ള മണി 5 ഇപ്പം ചേർത്തലയിലെത്തി. സോ ഫസ്റ്റ് നമ്മൾ കൊടുങ്ങല്ലൂര്, ദെൻ ഗുരുവായൂർ, പിന്നെ ഉത്രാളിക്കാവിൽ മഴയില്ല, നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ ഡാൻസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് 4 പഴനി. സോ ഫാമിലി എല്ലാം ഉണ്ട് ഗൈസ്. ഹായ് വിട്, ഹായ് വിട്, ഹായ് വിട്, ഹായ് ഹായ്. ഇവിടെ വണ്ടി കയറിയപ്പോൾ തൊട്ട് തിന്നോണ്ടിരിക്കുവാണ്. ഇതിനാണ് എൻ്റെ കൂടെ ബാക്ക് സീറ്റിൽ വന്നിരിക്കുന്നത്. എന്നെ വിളിച്ചതാണ്. അല്ല ഗൈസ്, എനിക്ക് എന്നെ കൂട്ടാരെല്ലാം വേണമല്ലോ. ബട്ട് ഇനി പാലക്കാട് ചെന്നിട്ട് ഒരു കടയുണ്ട്, അവിടെ രാവിലെ എന്നത് പച്ചലീസ് വേണം. പച്ചലീസ് അലുവ ഞാൻ തിന്നാറില്ല. കഴിഞ്ഞ വർഷം മേടിച്ചതാ. ഇഷ്ടമല്ലേ അത് ഇഷ്ടപ്പെടത്തില്ല. തിന്നു നോക്കാം. വേറെ പച്ച ഉണ്ട്. ഇതാണ് പച്ച. അല്ല ഇത് മേടിച്ചില്ല. രണ്ടെണ്ണവും തീരും. അപ്പാപ്പിക്ക് കൊടുക്കട്ടെ. അത് ടേസ്റ്റ് ചെയ്ത് കൊള്ളാമെന്ന് പറ. ഇഷ്ടപ്പെട്ടാ? ശരിയില്ല. പത്തലേസിന് എരിവുള്ള പോലെ. ഞാൻ അച്ചാറിന്റെ മാഡാം ഞങ്ങളോട് പറയുമെന്നിരിക്കാം. അച്ചാറിന്റെ മാഡാം എന്റെ കൈക്കുള്ള പൊട്ടിയിരിക്കും. നമ്മളിവിടെ വണ്ടി കയറുന്നത് തിന്നാൻ വേണ്ടിട്ടാണ്. പ്രൂവ് ചെയ്തേക്കുവാണ്. നീ എന്നെ ഇങ്ങനെ അപമാനിക്കാ മതി. ഇപ്പൊ എവിടെ എത്തി ഗൈസ്? നമ്മളിപ്പോഴും പൂച്ചാക്കൽ ചേർത്തലാണ് ഗൈസ്. എന്റെ ഹെയർ കൊള്ളാം അല്ലേ? അല്ല, പൂച്ചാക്കലേ ഉള്ളൂ. അല്ല, പൂച്ചാക്കൽ കണ്ട, പൂച്ചാക്കൽ നോക്ക്, പൂച്ചാക്കൽ. അല്ല, ഇതാ നല്ലത്. ശബ്ദത്തിൽ തണുപ്പ് കുറച്ചേ. അതവിടെ നീ അതൊക്കെ എന്നോട് പറഞ്ഞപ്പോ നീ എന്തിനീ പറഞ്ഞത്? നമുക്ക് പണ്ട് ഇരുന്നിട്ട് വേറൊരു പണിയില്ല, തിന്നാനേ പറ്റൂ. അതാണ് ഗൈസ്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇവിടെ. ഇതാ ഇങ്ങനെ ഇരിക്കുന്ന അല്ലേ? കറക്റ്റല്ലേ? റോഡിലൊക്കെ നിറച്ച ആൾക്കാര് ആയതുകൊണ്ടാ. ഫുൾ AC ഇട്ടിട്ട് ഈ സാരി എടുത്തേക്ക് നിൽക്കുന്ന ഞാനാ. കണ്ടോ? അയ്യോ ക്യൂട്ട്. ഞങ്ങള് നമ്മുടെ 12 മണിയായി രാവിലെ. എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കം. ഇവിടെ കയറ്റുമ്പോൾ 3:30 കഴിയും. ഇവിടെ ഒരാൾ ഭയങ്കര ഭക്തിയിലാണ്. നമ്മൾ മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടിയിരിക്കുന്നു. കമ്പിസിലോട്ടില്ല, യൂപ്പിന്നേ ഉള്ളൂ. കൊള്ളാവെങ്കിൽ കമന്റ് ചെയ്തു. എൻ്റെ ഉറക്കം പോയി. നോക്ക്
ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂയിൽ കയറുമ്പോൾ ആദ്യം അങ്ങനെ ഉറക്കമൊന്നും വരത്തില്ല. ആൻഡ് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ മമ്മേനെ നോക്കുവാണെങ്കിൽ അത്ര നേരം ഡീസൻ്റായിട്ട് നിന്നാൽ മമ്മതയെ വെട്ടിയിട്ട് ചക്ക കിടക്കുന്ന കണക്കായിരുന്നു. അയ്യോ ചിരി വരുന്നു. ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പം ഡീസൻ്റായിട്ട് മമ്മയുടെ മടി കിടന്ന് ഉറങ്ങാറേ ഉള്ളൂ. ഞാൻ വേറൊന്നും ഉറങ്ങാറില്ല ഗൈസ്. സോ നമ്മൾ എന്താണ് സ്ലൈഡ് തപ്പി പോവുക. മുല്ലപ്പൂ യൂപ്പിനെ വെച്ചിട്ട് കുത്തിയിട്ടിരിക്കുന്നില്ല. സോ നമ്മൾ സ്ലൈഡ് തപ്പി പോവാണ് ഗൈസ്. ഇനി ആ കട കണ്ടുപിടിക്കണം. ഏതൊക്കെ കട, മണി ഇപ്പോൾ 12 കഴിഞ്ഞു. ഏതൊക്കെ കട ഗൈസ്. നമ്മൾ ക്യൂവിൽ നിൽക്കാനുള്ള മടി കൊണ്ട് പപ്പേനെ കുറിച്ച് ക്യൂ നിർത്തിയിട്ട് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയിരിക്കും. ഏതാ വേണ്ടത്? നമുക്ക് കുഞ്ഞിക്കണ്ണൻ ആ സമയം ഒരു കണ്ണൻ കൺഫ്യൂഷനിലാണ് ഗൈസ്. ഞാനോട് ചുമ്മാ ഇവിടുത്തെ പണിയൊന്നും ഹോളി മമ്മയ്ക്ക് ആരോ പറഞ്ഞൊരു കുഞ്ഞു ഈ കട ഫുള്ള് കത്തിക്കൊണ്ടിരിക്കും. ഇനി അത് എവിടെ കിട്ടും? ആ ഫോട്ടോ കൊള്ളാം. ആ ഫോട്ടോ എൻ്റെ പ്രൈസ് എത്രയായിരുന്നു? വീട്ടിൽ ഇരിക്കുന്നതിന് എത്രയാണ് പറഞ്ഞത്? 1000 സംതിങ്. പൈസ ഇവർ ലൈറ്റ് ഓഫ് ആക്കി ഉണക്കി കളിക്കുവാണ്. വ്ലോഗ് എടുക്കുവാന്ന് പറഞ്ഞിട്ടും വ്ലോഗ് എടുക്കുമെന്ന് പറഞ്ഞിട്ടൊക്കെ ലൈറ്റ് ഓഫ് ആക്കുന്നു. പൈസ ശരിയല്ലേ ഇത്? നമ്മൾ ആദ്യം നടയുടെ നേരെ വെച്ച് 2-3 ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങൾ അപമാനിച്ച് വിട്ട് ഗൈസ്, ഇറങ്ങി പൊക്കോളം പറഞ്ഞു. ആൻഡ് രണ്ടാമത് എന്തുവാ കടയിൽ കയറിയിട്ട് എൻ്റെ അമ്മയുടെ കസ്റ്റമർ കുഞ്ഞി കൃഷ്ണനെ വേണമെന്ന് പറഞ്ഞ് അപ്പം അത് മേടിക്കാനായിട്ട് കടയിൽ ചെന്നായിരുന്നു. അവിടുന്ന് അപമാനിച്ചു വിട്ടു. ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഫോട്ടോസൊന്നും നടക്കില്ല, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. നമ്മളിപ്പോൾ നേരെ ബാക്ക് ടു ക്യൂ. ബേബി ഗേൾസ് ഇപ്പം മണി 7 ആയി. ഇന്നലെ 4 മണിക്ക് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ 7 മണിയായി. നമ്മളിപ്പോൾ ഉത്രാളിക്കാവിലാണ് ഗൈസ്. വ്യൂ നല്ല നൈസാണ് ഗൈസ്. ഇതാണ് അമ്പലം. ഇത് ഫുൾ അങ്ങോട്ട് പാടവും ഇതൊക്കെയാണ്. ഓക്കെ ഗൈസ്, ഇനി ഞങ്ങൾ നേരെ പഴനിയിലോട്ടാണ്. ഓക്കെ ബൈ. ഞങ്ങൾ വണ്ടിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. രാവിലെ ആയപ്പോൾ നമ്മൾ തമിഴ്നാട് എത്തി ഗൈസ്. നീ വാങ്ങിച്ചു കുടിക്കുക, ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്. നമ്മുടെ നാട്ടിൽ മഴ വന്നപ്പോ നോക്കൂ, ഭയങ്കര. എന്റെ ബ്രദർ കരിക്ക് കുടിക്കാൻ പോയേക്കുവാണ്. ഇപ്പൊ ഫുള്ള് കുട്ടിത്തെങ്ങുകളാണ് ഗൈസ്. പൊക്കമില്ലാത്ത തെങ്ങുകൾ. കണ്ടോ കുഞ്ഞു തെങ്ങുകൾ ഗൈസ്. ദേ ഇവിടെ ഇരിക്കുന്നു കുറെ കുഞ്ഞുങ്ങളെ പോലെ കുഞ്ഞു തെങ്ങുകൾ. എന്തൊരു വെയിലാണ് ഗൈസ് ഇവിടെ. ഗൈസ് നമ്മൾ അങ്ങോട്ട് പോയാ പൊള്ളാച്ചി, അങ്ങോട്ട് പോയാ പളനി. അങ്ങോട്ട് പോവാം. ഇത് മാത്രം അനങ്ങുന്നില്ല ഗൈസ്. ഇതിലാർക്കും വേണ്ട. ആർക്കും വേണ്ട. അയ്യോ നമ്മൾ പഴനി എത്തി ഗൈസ്. ദേ കണ്ട കുതിരവണ്ടി. ഇവിടെ വന്നിട്ട് മഴവിൽക്കാവടി, അത് മറ്റേ ജയറാമിന്റെ സിനിമ. അതേ കണ്ട ഗൈസ്. കുതിര ഉണ്ടോ? കുതിരനെ ആദ്യമായിട്ട് കാണുന്നതാണൊക്കെ ശ്രീദേവി വേണ്ടി. ഞാൻ കുതിരയൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എന്നാലും കാണുമ്പോ ഒരു സന്തോഷം. ഗൈസ് ഇനി നമ്മൾ സത്രത്തിലോട്ട് തപ്പി പിടിച്ച് ചെല്ലുക. ഗൈസ് ഇത് കണ്ടോ വലിയ വലിയ ബോർഡുകൾ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത.
ഒരു പഴനി. ചേട്ടാ ഒരു ചക്ക അമ്മച്ചിക്ക് കൊടുക്കൂ. പക്ഷെ അതിന്റെ ഒരു കളറില്ല. ഓ ഉണ്ടായിരുന്നു ഇപ്പൊ മേടിച്ചു തിന്നു. കൊട്ടയുണ്ട് കൊട്ട. ഇവിടെ എന്തുവാ ഇല്ലാത്ത. ഗായ്സ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം. ഇപ്പം മണി 11 കണ്ട ഗൈസ്. അവിടെ വേലി. നേരത്തെ മയിലായിരുന്നു ഗൈസ്, ഇപ്പൊ വേലാക്കി. അതിന് പുതിയ ഇത് കിട്ടും, റൗണ്ട് കണ്ട. ഫുള്ള് തിരക്കോ, ഭയങ്കര തിരക്കായി ഗൈസ്. ഡേ ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഹായ് ബൈ. ഡേ ഗൈസ് വേലാക്കി. കൊള്ളാം. ഗൈസ് നമുക്ക് തിരിഞ്ഞു പോയതാ. മയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ വെയിലത്ത് എങ്ങനെ ഇവര് പോണ് കാണിച്ചു തരാവേ എനിക്ക്. ഇത് കണ്ടു ചേട്ടന്റെ തല തിളങ്ങുന്നു, ഗ്ലോ. സോ ഗൈസ് നമ്മളിപ്പോൾ പഴനിയിൽ മേളിൽ കയറിയിട്ട് ഇറങ്ങി. ആൻഡ് അവർ മേളിലോട്ട് ഫോൺ കേട്ടത്തില്ല. സോ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ദി കണ്ടല്ലോ പഴനിമല. സോ നമ്മൾ യോ ബേബി ഗേൾസ് നമ്മളങ്ങനെ പഴനിയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകുവാണ് ഗൈസ്. ഇപ്പം പൊള്ളാച്ചി എത്തിയില്ല ഗൈസ്. ദേ ഗൈസ് എൻ്റെ കൂടെ ഇരിക്കുന്ന ആരാന്ന് നോക്കൂ ഗൈസ്. എല്ലാരും വണ്ടിയിലുണ്ട് ഗൈസ്. പപ്പയാണ് ഡ്രൈവ് ചെയ്യുന്നത് ഗൈസ്. ഇവിടെ ഫുള്ള് തെങ്ങാണ്. പിന്നെ പറയണ്ടല്ലോ, ഫുള്ള് തെങ്ങും കാറ്റടിയൊക്കെ ആണ്. സഹിക്കാൻ പറ്റും. അതിന് എ സി ഇരിക്കുന്ന അല്ലെന്ന് വെളിയില് എ സി ഇരുന്നിട്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. വെളി ചൂടല്ലേ? എ സിന്റെ അകത്തല്ലേ ഇപ്പൊ ഇരിക്കുന്നത് ഗൈസ്. ആക്ച്വലി എന്റെ ആന്റി ഇപ്പൊ സങ്കടപ്പെട്ടിരിക്കുവാണ്. ആകെ ഉണ്ടായിരുന്ന ലാസ്റ്റത്തെ യൂണിബിക് ബിസ്ക്കറ്റ് ഇന്നലെ രാത്രി തീർത്ത്. ഗൈസ് നമ്മൾ വരുന്ന വഴി എൻ്റെ അമ്മയ്ക്ക് പേരയ്ക്ക് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ല മണമുള്ള പേരയ്ക്കായിരുന്നു എന്നാ പറഞ്ഞ. കാറിന്റെ അകത്തിരിക്കുന്ന ആള് പുറത്തുള്ള സാധനം ശ്വസിച്ചെടുത്തു. ഭയങ്കര മധുരമൊക്കെ ഉള്ളായിരുന്നു പറഞ്ഞ. തിന്ന് നോക്കിയിട്ടില്ല. എന്നിട്ട് മേടിക്കാത്തതിന്റെ റിഗ്രറ്റ് അടിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ ബേക്കറി കയറി ഫുഡ് മേടിച്ചിട്ട് ഇപ്പൊ ഐസ്ക്രീം തിന്നു ഗൈസ്. കണ്ടോ അതാ ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ കിട്ടി. ഒരു കുൽഫി മാറി നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ വേഫർ മേടിച്ചിരിക്കുന്നു. ഗൈസ് ഞാനൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഏത് സൈഡിലാണ് കാറ്റടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തെങ്ങിലോട്ട് നോക്കുക. ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ട ഇപ്പം തെങ്ങിന്റെ മണ്ടയിലോട്ട് നോക്കുമ്പോ അങ്ങോട്ടാ ഇലകൾ പോകുന്നത്. അപ്പം അങ്ങോട്ടാണ് കാറ്റടിക്കുന്നത്. Okay, I hope this is very helpful information. So thank you. So guys, part 2 will be coming soon. So it's me, Devyani K, signing off. Love you and bye.